എന്താണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നാളത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മക്കൾ പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കുക, എല്ലാവരും ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ പരിയിലടുക്കിയുടെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ പത് കിട്ടാനിട്ട് മക്കൾക്ക് ടെൻഷനായിട്ട് നാളത്തെ എക്സാം എഴുതാണ്ട് പോകണ്ട. നമുക്ക് അതും കൂടി അങ്ങ് പറഞ്ഞു കളയാം. അതും കൂടി പഠിച്ചു കഴിഞ്ഞ് നമ്മൾ സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഇതെന്തായാലും പഠിച്ചോളാം. കാരണം ഈ ഒരു പാഠഭാഗം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ള കേശവ് പോലത്തെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, അവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്യാരക്ടർ സ്കെച്ച് വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. ക്യാരക്ടർ സ്കെച്ച് ആരുടെയൊക്കെ വരാനായിരിക്കും ചാൻസ്? നിങ്ങൾ നോക്കാം, മോഡൽ എക്സാമിന് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം പബ്ലിക് എക്സാമിന് നമുക്ക് എന്തായാലും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ചോദിക്കും. മോഡൽ എക്സാമിന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചോദിക്കാൻ പോകുന്നതിൽ നോക്കുക, നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സിനാണ് വരാൻ സാധ്യതയുള്ളത്. നോക്കുക, സാധ്യത എന്താണ്? ഇത്രയും ക്യാരക്ടേഴ്സ് ആണ്. കേശവ്, നമ്മുടെ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠത്തിലെ കേശവ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. രാജാറാം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇത് ദില്ലി മ്യൂണിൻ്റെ ഹെർമൻ അല്ലെ, പരിയിലടുക്കിയിലെ ഹെർമൻ വരാൻ ചാൻസ് ഉണ്ട്. പരിയിലടുക്കിയിട്ട് തന്നെ റോമ വരാൻ ചാൻസ് ഉണ്ട്. പാഗലാത്മി, റെയിൻ ബസേരമേത്ത് പാഗലാത്മി വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, യുവതി, നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ കിടക്കിയത്തെ ചാപ്റ്റർ എന്നാണ്, ആ ചാപ്റ്ററത്തെ യുവതി വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ചാൻസ് കുറവാണ്. ഇതൊക്കെ ഈ ഒരു 3 എണ്ണം ഉണ്ടല്ലോ, ഈ 3 എണ്ണം എന്തായാലും പഠിക്കാതെ എൻ്റെ മക്കൾ പോകരുത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ പറയാനും പോകുന്നത് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇത് പഠിക്കാതെ നാളത്തെ എക്സാമിന് പോകരുതേ, നമ്മൾ കുടുങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാകലാത്മിയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, പറയാൻ പറ്റത്തില്ലടാ, നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പോവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കാം, ഇതെന്തായാലും എന്താണ് പഠിക്കണം. ഈ 3 എണ്ണം നമ്മൾ ഇത് ഇപ്പൊ പറയും. പിന്നെ ബാക്കിയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഈ ഒരു മാരത്തോണിലും പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ എന്തും പറയാം, പരിയിലടുക്കിയുടെ കീ പോയിന്റ്സ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് പറയാം. പരിയിലടുക്കിയുടെ കീ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെർമന്റെ ഡയറി വരികയാണെങ്കിൽ, ലെറ്റർ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിനും പറ്റിയിട്ടുള്ള കുറച്ച് വാക്കുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ റോമേന്റെ ക്യാരക്ടർ സ്കെച്ച് വരുവാണെങ്കിലും പഠിക്കാൻ പറ്റിയ കുറച്ച് പോയിന്റ്സും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ആ പോയിന്റ്സ് പഠിച്ചാൽ തന്നെ ഏകദേശം പരിയിലടിക്ക് എന്തായി, നമുക്ക് സെറ്റായി. അതിന് എന്ത് വന്നാലും നമുക്ക് അത് വെച്ചിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അതെന്തായാലും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് കേശവിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ വെച്ച് തുടങ്ങാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാരക്ടറിന്റെ പേര് ഹെഡിങ് ഇട്ടിട്ട് വേണം, ചക്ക വലുപ്പത്തിൽ അതങ്ങ് എഴുതി വെച്ചേക്കണം. കേശവ്, ഹെർമൻ അല്ലെങ്കിൽ പാഗലാത്മി എന്നൊക്കെ പറഞ്ഞിട്ട് ചക്ക വലുപ്പത്തിൽ അങ്ങ് എഴുതി വെക്കാം. എന്നിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. പതിവ് പോലെ ഞാൻ ഇങ്ങനെയാണ് മക്കൾ എഴുതേണ്ടത്, പക്ഷേ നമ്മൾ പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതാണ്, കേശവ് ഹിന്ദി സാഹിത്യ की मशहूर रचयिता लोग बाबू की വൈറ്റ് ക്യാപ്പ് നാമക് കഹാനി കാ മുഖ്യ പാത്ര ഹേ. ആദ്യം ക്യാരക്ടർ സ്കെച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തുടങ്ങുക. അതായത് കേശവ് എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ഫേമസ് ആയിട്ടുള്ള രചയിതാവായിട്ടുള്ള ലോക ബാബുവിന്റെ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠത്തിലെ ഒരു മുഖ്യ പാത്രമാണ്, ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അത് എഴുതിയ തന്നെ നമുക്ക് അരമാർക്ക് കിട്ടി. കാരണം ഏത് പാഠം ആരാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. ഇനി നോക്കണേ, അടുത്തത് കേശവ് 8 साल का छोटा सा नाटा सा सावला सा लड़का है. അപ്പൊ ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. നോക്കാം, കേശവ് എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 8 साल का. ഇതങ്ങ് പാട്ട് പോലെ പഠിച്ചാൽ മതി. 8 साल का छोटा सा नाटा सा सावला सा लड़का है. നോക്കുക, ചോട്ടാസ മീൻസ് ചെറിയ, മെലിഞ്ഞ, ഒരു ഡസ്കി സ്കിൻഡ് ആയിട്ടുള്ള, സാവല മീൻസ് ഡസ്കി സ്കിൻഡ് എന്നുള്ള അർത്ഥമാണ്. ഡസ്കി സ്കിൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞുമോനാണ്. ഇത്ര വയസ്സാണ്? 8 വയസ്സാണ്. 8 साल का. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഈ ഇത്രയും പോയിന്റ് തന്നെ മെയിൻ ആണ് നമ്മുടെ കേശവിന്റെ പാഠത്തിൽ കേട്ടോ. ഇനി നോക്കിയേ, ഉസ്കെ മാതാ പിതാ കിസി ദൂസരി ഷഹർ മേ കാം കർത്തേ ഹേ. അവന്റെ അച്ഛനും അമ്മയും വേറെ ഏതോ ഒരു ഷഹറിൽ, നഗരത്തിലാണ് കാം കർത്തേ ഹേ, വർക്ക് ചെയ്യുന്നത്. ഇസ്ലിയേ വ അപ്നി ദാദാജി കെ പാസ് രഹതാ ഹേ. അതുകൊണ്ട് ആ ചോട്ട ചെക്കൻ ദാദാജിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ എഴുതി. ചുട്ടി മീൻസ് ആ ലീവ് കേട്ടോ. ലീവ് ഉള്ള സമയത്ത് വ അപ്നി മാതാ പിതാ കെ പാസ് ജാതാ ഹേ. അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, ചെല്ലുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എഴുതേണ്ട കാര്യമുണ്ട്. ഇതുവരെ ആ കേശവിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ നമ്മൾ കൊടുത്തു. അവന്റെ കുടുംബവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അവന് ക്രിക്കറ്റ് ഇഷ്ടമാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതണം അല്ലെ. ക്രിക്കറ്റ് ബഹുത് പസന്ത് താ. അവന് ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടമായിരുന്നു. ഇസ്ലിയേ ഷഹർ മേ വ ഹർ ദിൻ ലഡ്കോ കാ ക്രിക്കറ്റ് ദേഖ്നെ ജാതാ താ. അതുകൊണ്ട് ആ ഷഹറിൽ എത്തിയിട്ട് അവൻ എന്ത് ചെയ്യായിരുന്നു, ഹർ ദിൻ എല്ലാ ദിവസവും ലഡ്കോ കാ നമ്മുടെ ആൺകുട്ടികളുടെ ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റ് മക്കൾ എഴുതാം. ഇനി ഒന്നും
ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്രിക്കറ്റ് ബഹുത് പസന്ത എന്നുള്ള വാക്കെങ്കിലും എഴുതാം. എന്നിട്ട് എൻ്റെ മക്കൾ നോക്കണേ, ഇവിടെ തൊട്ടിട്ട് നമ്മുടെ മാജിക് ആണ്. നോക്കണേ, കേശവിന്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലേ നമ്മൾ എഴുതുന്നത്. നമ്മൾ ഇതിനു മുമ്പേ വൈറ്റ് ക്യാപ്പത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ, കീ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കേശവിനെ കുറിച്ച് കുറേ ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മിസ് പറഞ്ഞെന്നുണ്ടായിരുന്നില്ലേ. ഒന്നും പേടിക്കേണ്ട, അതേ സാധനം അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേശവനെ ലടുക്ക എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പരാതിയും കൂടാതെ എന്താണ് അവരുടെ കൂടെ നിന്നതും, പിന്നെന്താണ് അവൻ ചത്തിൽ നിന്നും വീണതും, പ്ലാസ്റ്റർ ഒട്ടിച്ചതും, ലാസ്റ്റ് ലടുക്ക വന്നിട്ട് എന്താണ് പശ്ചാത്തപിച്ചതും, അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമുക്ക് എഴുതേണ്ട ക്യാരക്ടർ സ്കെച്ചിൽ. അവൻ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കാം. അപ്പൊ മക്കൾ എന്താ എഴുതാൻ മതി, നിങ്ങൾ ഓൾറെഡി വൈറ്റ് ക്യാപ്പിന്റെ കീ പോയിന്റ്സ് പഠിച്ച ആൾക്കാർ ഇനി അങ്ങോട്ടുള്ള ഭാഗം എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, ലേക്കിൻ ലड़के उसे खेल में शामिल नहीं करते थे. ഈ ആൺകുട്ടികൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കളിയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. और उसका मजाक उड़ाते थे. നമ്മുടെ ആരെ, ഈ കേശവിനെ മസാക്ക് ഉടാത്തെ थे, അവനെ കളിയാക്കുമായിരുന്നു ചെയ്യാറ് അല്ലെ. ക്രിക്കറ്റ് ഖേൽനെ വാലെ ലड़के, ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികൾ കേശവിനെ അപ്പനെ ഫായദയ്ക്ക് ലിയെ ഉപയോഗ करते थे, തന്റെ ഫായദയ്ക്ക് വേണ്ടി ലാഭത്തിനായിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവനെ കളിക്ക് കൂട്ടുമില്ലായിരുന്നു, ഫായദയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുകയാണല്ലോ, എന്തൊക്കെയോ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, ബോൾ എറിഞ്ഞാൽ അത് എടുക്കാൻ, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിരുന്നു വിളിക്കല്ലേ അല്ലെ. അപ്പൊ അതൊന്നും മക്കൾ എന്ത് ചെയ്യണ്ട, അതൊന്നും എഴുതണ്ട, അത് നമുക്ക് പഠിക്കാം. കേശവ് എന്ത് ചെയ്യായിരുന്നു, കേശവ് ബിനാ കിസി ഷിക്കായത്ത് സെ, ഒരു പരാതിയും കൂടാതെ എന്ത് ചെയ്യുമായിരുന്നു, സബ് കുച്ച് എല്ലാം കർത്താത്ത, എല്ലാം ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്നിട്ടോ ക്യോങ്കി വ ഉൻകെ സാത്ത് ഖേൽനാ ചാഹത്താ താ, ഇവൻ എല്ലാ പരാതിയും എന്താണ് ഇത്ര കഷ്ടപ്പെട്ട് സഹിച്ചതിന് കാരണം, പരാതി ഒന്നും ഇല്ലാണ്ട് എല്ലാ സാധനങ്ങളും സഹിച്ചതിന്റെ കാരണം എന്തായിരുന്നു, അവന് ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടമാണ്. ഉൻകെ സാത്ത്, അവരുടെ കൂടെ ഖേൽനാ ചാഹത്താ താ, കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ആ ഒരു ചത്തിൽ നിന്ന് വീണ കഥ എഴുതണം. അത് കേശവിന്റെ ഡയറിയിൽ നമുക്ക് എഴുതണം. ഇനിയിപ്പോ റിഗ്രറ്റ് അടിച്ച ചെക്കന്റെ ഡയറി, ലെറ്റർ, എല്ലാത്തിലുള്ള കീ പോയിന്റ്സ് ആയിരുന്നു. അത് നമ്മൾ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞതാണ്. അത് എന്തായാലും എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിക്കണം. അത് നമ്മുടെ കേശവിന്റെ ക്യാരക്ടർ സ്കെച്ചിലും എഴുതി വെക്കാം. നോക്കണേ, അതിനാണ് നമ്മൾ പോയിന്റ്സ് പഠിക്കുന്നത്. പോയിന്റ്സ് പഠിച്ച് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് അത് എടുത്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഏക് ദിൻ ഗേന്ദ് ലേത്തെ സമയം, ഈ ഗേന്ദ് ബോൾ എടുക്കുന്ന സമയത്ത്, ഗേന്ദ് ഒന്നും എഴുതണ്ട, ബോൾ എന്ന് തന്നെ മക്കൾ എഴുതിയാൽ മതി കേട്ടോ. ലേനെ കേലിയെ ജാത്തെ സമയം, പോയ സമയത്ത് കേശവ് ഛത്ത് സേ ഗിർക്കർ, നമ്മുടെ ഛത്തിന്റെ മുകളിൽ നിന്നും റൂഫിന്റെ മുകളിൽ നിന്നും വീണിട്ട് ബേഹോഷ് ഹോ ഗയ, അവൻ എന്ത് ചെയ്തു പോയി, ബോധം കിട്ടുപോയി അല്ലെ. ഉസെ തുരന്ത് അസ്പതാൽ ലേ ജായ ഗയ, പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, അസ്പതാലിലോട്ട്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അല്ലെ. ഉസ്കെ ഏക് ഹാത്ത്, അവന്റെ ഒരു ഹാത്ത്, ഏക് പേർ, ഒരു കാലില് പ്ലാസ്റ്റർ ചടാ ദിയ, പ്ലാസ്റ്റർ ഒട്ടിച്ചു എന്ന് നമ്മൾ പറയാണ്. യേ ദേക്കർ ലഡ്കോ കോ അപ്നി ഗൽത്തി കാ പച്ഛതാവാ ഹുവാ, വാക്ക് പഠിച്ചു വെക്കണേ. ലഡ്കകൾക്ക് എന്താ ഉണ്ടായത്, പച്ഛതാവ, റിഗ്രറ്റ്, പശ്ചാത്താപമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഇതൊക്കെ കണ്ടിട്ട്, അവന് ഈ പറ്റിയതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലഡ്കകൾക്ക് എന്ത് പറ്റി, പശ്ചാത്താപം വന്നു. പശ്ചാത്താപം മീൻസ് എന്താണ്, പശ്ചാത്താപം വന്നു എന്ന് പറയാണ് അല്ലെ. വേ കേശവ് സേ മാഫി മാങ്കാം, കേശവനോട് എന്താ, മാഫി മാങ്കാം, മാപ്പും പറയും ചെയ്തു അല്ലെ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്, കേശവന്റെ ഡയറിയിൽ നമ്മൾ പഠിച്ച സാധനമാണ്. ക്യാപ്റ്റൻ പോകുന്ന സമയത്ത് അവൻ എന്താണ്, ക്രിക്കറ്റിൽ കുറച്ച് സാധനങ്ങളും കൊടുത്തു, വൈറ്റ് ക്യാപ്പും കൊടുത്തു അല്ലെ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വൈറ്റ് ക്യാപ്പത്തെ. അതൊക്കെ നമുക്ക് കേശവന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കാം. ക്യാപ്റ്റനെ ലौटने के बाद, തിരിച്ചു വരുന്ന സമയത്ത് ഉസേ, അവന് ടീം മേ ഖേൽനെ കാ നിമന്ത്രൺ ദിയ. ഓക്കെ, എന്താണ്, ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നിമന്ത്രൺ ദിയ, ഇൻവിറ്റേഷൻ കൊടുത്തു. അല്ലെങ്കിൽ മക്കൾ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ബുലാവ. ബുലാവ മീൻസ് എന്താണ്, ക്ഷണം അല്ലെ. അത് എഴുതിയാലും മതി കേട്ടോ. ക്ഷണം നൽകി എന്നുള്ളത് എഴുതിയാൽ മതി. ഗിഡ്കിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബുലാവ എന്നുള്ള വാക്ക്, അത് എഴുതിയാലും മതി. ഓക്കെ, കേശവ്ക്കോ ക്രിക്കറ്റ് കാ സാമാൻ, കേശവന് ക്രിക്കറ്റിലെ സാമാനങ്ങൾ, സാധനങ്ങൾ എന്നുള്ള അർത്ഥം കേട്ടോ, സാധനങ്ങളും. ഏക്ക് വൈറ്റ് ക്യാപ്പും, നമ്മുടെ പാഠത്തിന്റെ പേരിൽ ഒരു വെള്ളത്തൊപ്പിയും എന്ത് ചെയ്തു, ദീഗൈ, കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ. നമ്മൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇസ് പ്രകാർ കേശവിക്ക്, ഇതേപോലെ കേശവ് എന്ന് പറയുന്നത് ഒരു സരൾ, ഒരു സാധാരണക്കാരനായ, സഹൻശീൽ, എല്ലാം സഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള, ക്രിക്കറ്റ് സേ പ്രേം കർനെ വാല, ക്രിക്കറ്റിനെ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരു ലഡ്ക ഹേ, ഒരു ആൺകുട്ടിയാണ്. ഇതാണ് നമ്മുടെ നമ്മുടെ വാല് എന്ന് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം,
ചെയ്യണം എന്റെ മക്കള്? നന്നായിട്ട് പഠിച്ചോണം. കേശവിന്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്റെ മക്കള്? കൃത്യമായിട്ട് അത് പഠിച്ചോണം. ഓക്കെ, അടുത്ത ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? നമ്മുടെ രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു. അത് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേഗം പറഞ്ഞിട്ട് പോവാം കേട്ടോ. गगन गिल के संस्मरण दिल्ली में उनींदे का मुख्य पात्र राजाराम एक साधारण और मेहनती व्यक्ति है. ഇതും കൂടി കൂട്ടി ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ തന്നെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്? ഗഗൻ ഗില്ലിന്റെ സൻസ്മരൺ ദില്ലി മേ ഉനീന്ദയിലെ ഒരു മുഖ്യ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? രാജാറാം എന്ന് പറയുന്നത്. അയാൾ ഒരു സാധാരണ ഒരു മെഹനത്തി വ്യക്തി ഹേ, സാധാരണക്കാരനായ മെഹനത്തി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓട്ടോ ഡ്രൈവർ ഹേ, അവനൊരു ഓട്ടോ ഡ്രൈവർ ആണ്. ലേക്കിൻ കൈ സാലോ സേ ബേഗർ ഹേ, പക്ഷേ കുറെ സാലുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് അവൻ എന്താണ്? ബേഗറാണ്. ബേഗർ എന്താണ്? വീടില്ലാത്ത ആളാണ്. അപ്പൊ നമ്മൾ എഴുതണം എന്ത്? അയാൾ എവിടെയാ ഉറങ്ങണത്? അയാൾ ഓട്ടോ മേ ഹി സോത്തേ ഹേ. നോക്ക, അപ്പനെ ഓട്ടോ മേ ഹി സോത്താ ഹേ, അവന്റെ ഓട്ടോയിൽ തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. ഓക്കെ, യെസ്. രണ്ടാമത്തെ നമ്മുടെ ഈ 3ാമത്തെ പോയിന്റ് എന്തായിരുന്നു? അയാള് യു പിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. യു പിയിൽ നിന്ന് ദില്ലിയിലോട്ട് എത്തിയ ആളാണ്. അപ്പൊ നോക്കിക്കേ, യു പി സെ 1979 സമയത്താണ് അയാൾ ദില്ലിയിൽ വരുന്നത്. ദില്ലി മേ ആയാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്നിട്ടോ ഈ ഒരു യു പിയിൽ ഉണ്ടാവുന്ന സമയത്ത്, ആ ഗ്രാമത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അയാള് ഈ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു? അല്ല. ഗാവുമേ, ആ ഗ്രാമത്തിൽ മസ്ദൂരി കർത്താത്ത, അവൻ തൊഴിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേക്കിൻ ബാരിഷ് മേ ഉസ്കാ ഗർ നഷ്ട ഹോ ഗയ, ബാരിഷില് നമ്മുടെ എന്ത് മഴയത്ത് അവന്റെ ഗർ എന്തായിപ്പോയി? നഷ്ട ഹോ ഗയ, നഷ്ടമായി പോയി എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യണം? എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ. രാജാറാം, ഹെർമൻ, പിന്നെന്താണ് നമ്മുടെ കേശവ്, ഇതിൽ 3ആളുള്ള ഏതെങ്കിലും ഒരാളെയാണ് എന്തായാലും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത്. ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ, അതൊരു പ്രഡിക്ഷൻ ഒന്നും ആയിട്ട് എടുക്കരുത് എന്റെ മക്കള്. ചിലപ്പോൾ എന്താണ് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കും, ഇല്ലാത്തൊരു കഥാപാത്രമൊക്കെ ആയിട്ട് വരും കേട്ടോ. നോക്കാം, ശ്രദ്ധിക്കുക. അടുത്ത് എന്താ പറഞ്ഞത്? എന്നിട്ട് അവൻ इसके बाद ഭൂക്ക് മിട്ടാനേക്കിലെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടാണ് അയാൾ എങ്ങോട്ട് വരുന്നത്? നമ്മുടെ ദില്ലിയിലോട്ട് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ദില്ലിയിൽ വന്നതിന് ശേഷം, അതായത് 1979 ഈ ദില്ലിയിൽ വരുന്നത്. ദില്ലിയിൽ വന്നതിന് ശേഷം അയാൾ ഒറ്റ ജോലിയാണോ എടുത്തത്? അല്ല, ഒരുപാട് ജോലികൾ എടുത്തിട്ടുണ്ട്. ആ ജോലികൾ മൊത്തം എൻ്റെ മക്കൾ പഠിക്കണം. നോക്കാം, 8 വർഷത്തേക്ക് ഒരു 8 സാലിലേക്ക് അയാൾ എന്ത് ഇതാക്കി? റിക്ഷ ചലായ. റിക്ഷ മീൻസ് ഓട്ടോറിക്ഷ അല്ല, നമ്മുടെ സൈക്കിൾ റിക്ഷയാണ് കേട്ടോ. ആ സൈക്കിൾ റിക്ഷ എന്ത് ചെയ്തു? ചലായ. പിന്നെയോ ഫിർ 1.5 സാലത്തേക്ക്, ഒരു 1.5 വർഷത്തോട്ട്, ഇത് 1.5 സാൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതണം മക്കൾ, വേണമെങ്കിൽ 1.5 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കോളൂ കേട്ടോ. 1.5 വർഷത്തോട്ട് ഒരു അമീർ ആദ്മി, ഒരു റിച്ച് ആയിട്ടുള്ള മനുഷ്യനെ എന്ത് ചെയ്തു? സേവിച്ചു. എന്നിട്ടോ ഉസി ആദ്മി, ആ ഒരു റിച്ച് ആയിട്ടുള്ള ആദ്മി അയാൾക്ക് എന്ത് കൊടുത്തു എന്നറിയോ? രാജാറാംകോ യെ പുരാന ഓട്ടോ ദിയ, രാജാറാമിന് ഈ ഒരു പഴയ ഓട്ടോ അങ്ങ് നൽകി. തബ് സെ ഓട്ടോ ചലാ രഹാ ഹൈ, അന്ന് മുതൽ എന്താണ് നമ്മുടെ രാജാറാം ഓട്ടോ ആണ് ഓടിക്കുന്നത്. ഓക്കെ, ഉസ്കോ ജിന്ദഗി മേ കോയി ബഡാ സപ്ന നഹി, നമ്മുടെ രാജാറാമിന് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. ബസ് 2 വക്തിക്ക് റോട്ടി മിൽ ജായേ, ഒരു 2 നേരത്തേക്കുള്ള റോട്ടി കിട്ടിയാൽ, ഭക്ഷണം കിട്ടിയാൽ തന്നെ യഹി ഉസ്കി ഖുഷി ഹേ, ഇത് തന്നെ എന്താണ് അയാൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഗഗൻ ഗിൽ കെ വിചാർ മേ വേ ലോഗ് അലഗ് അലഗ് മോസമോ മേ ജീത്തെ ഹേ, അപ്പൊ ഗഗൻ ഗില്ലിന്റെ അഭിപ്രായം കൂടി നമ്മൾ എഴുതണം ക്യാരക്ടർ സ്കെച്ചിൽ. കാരണം ഒരു കഥാപാത്രത്തിന് മറ്റൊരു കഥാപാത്രത്തിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഗഗൻ ഗില്ലിന്റെ അഭിപ്രായത്തിൽ ആ 2 പേരും വേ ലോഗ് എന്ന് പറയുന്നത് അലഗ് അലഗ് മോസമും വേറെ കാലാവസ്ഥയിൽ ജീത്തെ ഹേ, ജീവിക്കുന്ന ആളുകളാണ്. അന്ന് ഓർ ഭൂക്ക് ഓർ മോസമ്മേ, നോക്കുക, അന്ന ഓർ ഭൂക്ക് കെ മോസമ്മേ, ഭക്ഷണം ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും മോസത്തിൽ, അതായത് ഭക്ഷണം ഉള്ള ആളാരാണ്? ഗഗൻ ഗില്ലാണ്. ഇല്ലാത്തവൻ ആരാണ്? നമ്മുടെ രാജാറാമാണ്. അങ്ങനെ വേറെ എന്ത് മോസം കാലാവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഒരാൾക്ക് അന്നമുണ്ട്, ഒരാൾക്ക് ഭൂക്കാണ്. ഒരാൾക്ക് ഗർ ഉണ്ട്, ഒരാൾക്ക് ബേഘറാണ്. നോക്കുക, ഗർ ഓർ ബേഗരി കെ മോസമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിർത്താം. എന്നാൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വേണം. രാജാറാം ദില്ലിക്ക് അനേക് ഉനീന്ദെ ഓർ സംഘർഷിത ലോഗോं का प्रतिनिधि है, ഇത് എന്തായാലും പഠിക്കണം. കൺക്ലൂഷൻ മസ്റ്റ് ആണ്. നമുക്ക് നോക്കിയതാണ് ഒരുപാട് അനേക ഉനീന്ദെ, ഉറക്കമില്ലാതെ നടക്കുന്ന ആളുകളുടെയും സംഘർഷരത് മീൻസ് എന്താ ഉദ്ദേശിച്ചത്? ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ എന്താണെന്ന് പറയുന്നത്? അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ട് മക്കളെ നിർത്തുന്നു. ഇതാണ് രാജാറാമിന്റെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു സാധനം കൂടി ഇതിൽ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിയിലടിക്കിയുടെ കീ പോയിന്റ്സ്. പരിയിലടിക്കിയുടെ കീ പോയിന്റ്സ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിലോട്ട് പോവാം. അപ്പൊ മക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് എന്ത് ചെയ്യും? അത് കത്തും. ഓക്കെ, പരിയിലടിക്കി എന്ന് പറയുന്ന കഥയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. ഹെർമനെയും റോമേനെയും എന്തായാലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അത് തൊട്ടിട്ട് നമ്മൾ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഈ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും?
അപ്പൊ ഡയറി എഴുതാനും ലെറ്റർ എഴുതാനും ഒക്കെ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 പാർട്ടായിട്ട് ഇതിനെ തിരിക്കാം. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒന്നാമത്തെ പാർട്ടിൽ എന്താണ് നമ്മുടെ കൈദി ശിവരില് ഈ ഒരു എന്താണ് ആ ക്യാമ്പിൽ നമ്മുടെ ഹെർമൻ ജീവിച്ചിരുന്ന സമയത്തെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ എന്താണ് നമ്മുടെ ഈ ഈ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പരിയിലടിക്കീനൊക്കെ കാണുന്ന അല്ലെ, യുദ്ധം അവസാനിച്ചിട്ട് നമ്മുടെ ഹെർമൻ വലുതാവുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുന്ന് റോമേനെ മീറ്റ് ചെയ്യുന്നു. റോമ ആരായിരുന്നു? അവന്റെ പണ്ടത്തെ പരിയിലടിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ 2 ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് കുഞ്ഞനായിരുന്ന സമയത്ത്, ഒന്ന് അവൻ വലുതായിട്ടുള്ള കഥ. ഓക്കെ, അപ്പൊ 2 ഭാഗത്തു നിന്നും ഡയറിയും ലെറ്ററും നമുക്ക് വരാം. 2 ഭാഗത്തു നിന്നും നമുക്ക് ക്യാരക്ടർ സ്കെച്ചുകളും വരാം. അപ്പൊ 2 ഭാഗത്തു നിന്നും ഉള്ള ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് കുറച്ച് കീ പോയിന്റ്സ് പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. കൈദി ശിവിരമേ മേരി ഹാലത്ത് ബഹുത് ബുരി തീ. കൈദി ശിവിരിൽ എന്റെ ഹാലത്ത്, എന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ഹം കത്താറുമേ ഗഡേ ഹോത്തേ തേ. നമ്മള് ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അതായത് ഈ ഫുള്ള് ക്യൂവിൽ നിൽക്കുക, മാർച്ച് കർണ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഇത് നമ്മുടെ ഹെർമന്റെ ഡയറി ചോദിച്ചാലും, ആ കൈദീശ്വറിൽ അവന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരു ലെറ്റർ ചോദിച്ചാലും, നമ്മുടെ ഈ ഒരു ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെടുത്ത് എഴുതാം. ഈ 5 പോയിന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ 5 പോയിന്റ്സ് ആണ് കേട്ടോ. നോക്കാം. ഹം കത്താറുമേ ഘടേ ഹോത്തേത്തെ. ഞങ്ങൾ കത്താറില്ല, ഒരു ക്യൂവിലൊക്കെ നിൽക്കുമായിരുന്നു. മാർച്ച് കർത്തേത്തെ, ഞങ്ങൾ മാർച്ചൊക്കെ ചെയ്യുമായിരുന്നു. കൊയ് ഭോജൻ നഹി, ഒരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഠണ്ട് സെ കൊയ് സുരക്ഷ നഹി, തണുപ്പിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മോശം അവസ്ഥയാണെന്നാണ് പറയുന്നത് കേട്ടോ. കേവൽ കാം, വെറും കാം മാത്രം. കാം കാം കാം, വർക്ക് 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 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. മേരെ ഹാത്തോ സെ ഖൂൻ ബഹ്റാത്ത, എന്റെ കയ്യിൽ നിന്നൊക്കെ എന്താണ് ഖൂൻ, ബ്ലഡ് വരെ വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മേരാ പേട്ട് ഭൂക്ക് സെ ഗുഡ്ഗുഡാത്ത, എന്റെ പേട്ടിൽ നിന്നും, എന്റെ വയറ്റിൽ നിന്ന് എന്താണ് ഗുഡ്ഗുഡ, ആ ഒരു ഒച്ചയൊക്കെ കേൾക്കുമായിരുന്നു. ആ വിശന്നിട്ടുള്ള ഒച്ചയില്ല, അതാ പറയുന്നത് കേട്ടോ. ആ ഒച്ചയൊക്കെ ഗുഡ്ഗുഡാന എന്ന് പറഞ്ഞ കേട്ടോ. ഗുഡ്ഗുഡാത്ത था. ഓക്കെ, രാത്രി കോയിക്ക് സൂപ്പ് ദിയാ. ഓക്കെ, ദിയാ ജാത്താ. രാത്രി എന്ത് തരും? ഒരു സൂപ്പ് തരും. ഭക്ഷണം ഒന്നും തരത്തില്ല ശരിക്കും, പക്ഷെ ഒരു സൂപ്പ് തരും. ആ സൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? ബിൽക്കുൽ പാനി ജേസാ സൂപ്പ്. ബിൽക്കുൽ ഫുൾ എന്താണ്? ഒരു പാനി, വെള്ളം പോലത്തെ ഒരു സൂപ്പാണ് തരാറ്. ഓക്കെ, യഹാസെ മുജെ, അവിടെ നിന്നും എന്താണ്? മുജെ ഹമേഷ മാ കി യാദ് ആത്തി രഹത്തി തീ. അവിടെ നിന്നും, ആ കൈദി ശിവരിൽ നിന്നും എനിക്ക് അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരുമായിരുന്നു. അവന്റെ ഡയറിയിൽ നമുക്ക് എഴുതാം, ലെറ്ററിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവന്റെ എന്തിലും എഴുതാം, ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കുക, ഈ മേരെ പിന്നെന്താണ് മുജേദ, ഹം എന്നൊക്കെ പറയുന്ന ഈ ഭാഗങ്ങളിലെ ഇത് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഹെർമൻ എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ആ മേരി മേൻ എന്നുള്ള മാറ്റിയിട്ട് നോക്കിക്കേ. യഹം ഹെർമൻ കോ മാ കി യാദ് ആത്തി തീ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ലോജിക് അനുസരിച്ച് മാറ്റുക കേട്ടോ. നോക്കാം, യാദ് ആത്തി രത്തി തീ. എന്നിട്ടോ ഗർ കി ചോട്ടി ചോട്ടി ചീസ് യാദ് ആത്തി തീ. വീട്ടിലെ ചെറിയ ചെറിയ ചീസ് പോലും, സാധനങ്ങൾ പോലും അവൻ എന്ത് ചെയ്യുന്നു? ഓർമ്മ വരുമായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, ഏക് രാത് മാ മേരെ സപ്നെ മേ ആയി ഓർ കഹാ കി ഏക് പരി ആക്കർ തുമേ ബച്ചായേഗി. ഓക്കെ, ഒരു ദിവസം അവന്റെ സ്വപ്നത്തിൽ എന്ത് ചെയ്തു? അമ്മ വന്നിട്ട് പറഞ്ഞു, ഒരു പരി വന്നിട്ട് അവനെ ബച്ചായേഗി, രക്ഷിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ പറയാം. ഓക്കെ, എന്ത് ചെയ്യാ? ഈ ഒരു ഭാഗം വരെ മക്കൾക്ക് എന്താണ്? അന്നത്തെ ഡയറിയിൽ എഴുതാൻ പറ്റും. അന്നത്തെ ഡയറിയിൽ സ്വപ്നം കണ്ട കഥ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പൊ അത് എന്ത് ചെയ്യണ്ട? അത് എഴുതണമെന്നില്ല. ഇനി നോക്കുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നോക്കുക, എന്നിട്ട് ഈ പരിയിലടിക്ക് വരും, അവൻ രക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ? എന്നിട്ടോ 2 ദിൻ ബാദ്, 2 ദിവസം കഴിഞ്ഞിട്ട് ഏക് ലടിക്ക് പ്രകട് ഹുയി, ഒരു ലടിക്ക് എന്താണ്? പ്രകട് ഹുയി. പ്രകട് ഹുയി മീൻസ് എന്താണ്? ഒരു ലടിക്ക് അവന്റെ മുമ്പിലേക്ക് വന്നു. മേനെ ഉസേ ഖാനെ കേ ലിയേ കുച്ച് മാംഗ, ഞാൻ അവളോട് ഖാനെ കേ ലിയേ, ഭക്ഷണത്തിനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെയോ ചോദിച്ചു. മാങ്ക മീൻസ് എന്താണ്? മേടിക്കാൻ വേണ്ടി ചോദിച്ചു അല്ലെ, ചോദിച്ചു എന്നുള്ള അർത്ഥമാണ്. ഉസ്നെ മുജെ ഏക് സേബ് ദിയ, അവൾ എന്താ കൊടുത്തത്? എനിക്കൊരു സേബ് തന്നു, ഒരു ആപ്പിൾ തന്നു എന്ന് പറയാണ്. പരിയിലടിക്ക് ഹർ ദിൻ പ്രകട് ഹോത്തി തീ, എല്ലാ ദിവസവും നമ്മുടെ പരിയിലടിക്ക് എന്താണ്? പ്രകടമായി കാണപ്പെട്ടു. എല്ലാ ദിവസവും അവൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പർ മേനെ ഉൻകെ ബാരെ മേ കുച്ച് നഹി പൂച്ച, പക്ഷെ ഞാൻ എന്താണ്? അവളെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മേരെ ശിവിർ ഭുക്മരി സെ മർ ഗയാ താ. അപ്പൊ ഇവിടെ വരെ നമ്മുടെ പരിയിലടിക്കിനെ കാണുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് എന്താണ്? പട്കഥ വരാൻ ചാൻസ് ഉണ്ട്. ആ പട്കഥ എന്ത് ചെയ്യണം? എന്റെ മക്കൾ പഠിക്കണം. പട്കഥ വരാൻ ചാൻസ് ഉണ്ട്. പരിയിലടിക്ക് നമ്മുടെ ആരും ഹെർമനും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ പട്കഥ അവിടെ ഉള്ള കോൺവെർസേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. മെഗാമാരത്തോണിൽ നമ്മൾ എന്തായാലും ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. പിന്നത്തെ ഭാഗം എന്താണ്? ലാസ്റ്റിലോട്ടുള്ള യുദ്ധം അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പറയുന്നത് കേട്ടോ. മേരി ശിവർ ഭുക്മരി സെ മർ ഗയാത്ത, എന്റെ ശിവരിൽ ഒരുപാട് ആൾക്കാർ ഭുക്മരി മീൻസ് എന്താണ്? പട്ടിണി കൊണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ അവിടെ. ലേക്കിൻ മേരി പരിയിലടിക്കിനെ മുജി ഭോജൻ ദേക്കർ സഹായതാക്കി, പക്ഷെ എന്റെ പരിയിലടി
പരിയിലെടിക്ക് എൻ്റെ ഏഞ്ചലുകൾ എന്നെ എന്ത് ചെയ്തു, മുജെ ഭോജൻ ദേക്കർ, എനിക്ക് ഫുഡ് തന്നിട്ട് എന്ത് ചെയ്തു, സഹായതാക്കി, എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാണ്. എന്നിട്ടോ യുദ്ധ സമാപ്ത് ഹോ ഗയ, യുദ്ധ സമാപ്തമായി, യുദ്ധ എൻഡ് ആയി അല്ലെ. അമ്മേ ആസാദ് ഹോ ഗയ, ഞാൻ എന്തായി, ഞാൻ ഫ്രീ ആയി. ആസാദ് ഹോ ഗയ, ഞാൻ ഫ്രീ ആയി, എനിക്ക് ഫ്രീഡം കിട്ടി എന്ന് പറയാണ് അല്ലെ. അന്തമേ ജബ് മേ ജാനെ ലഗ, ഞാൻ പോകുന്ന സമയത്ത് പരിയിലെടുക്കിക്ക് ആങ്കെ ബർ ഗയി, നമ്മുടെ പരിയിലെടുക്കിയുടെ ആങ്കെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പരിയിലെടുക്കിയുടെ കണ്ണുകൾ നിറഞ്ഞത്, എന്തിനാണ്, ഹെർമൻ പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കീ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനും സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ടോ ഇതുവരെ നമ്മുടെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ പാർട്ട് 1 ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതിലൊക്കെ നമുക്ക് എന്താണ്, ഇതിൽ കുറേ പോയിന്റ്സ് നമ്മുടെ ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നവും ഇല്ല. ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അവന്റെ കഥ, പരിയിലെടുക്കിയുടെ ഈ കഥ തന്നെയാണ് അവന്റെ ജീവിതം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവന്റെ ക്യാരക്ടർ സ്കെച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം തൊട്ടിട്ട് എന്ത് ഭാഗമാണ്, അവൻ വലുതായി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അവൻ ഇംഗ്ലണ്ടിൽ പോയതും അമേരിക്കയിൽ പോയതും അവിടെ വെച്ച് റോമേനെ കാണുന്ന ആ ഭാഗമൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ഡയറി ചോദിച്ച് ഈ ഭാഗങ്ങളൊക്കെ എഴുതി വെക്കട്ടോ. मैं फिर अपने भाइयों के साथ ഇംഗ്ലണ്ട് ചലാ ഗയ, ഞാൻ എന്ത് ചെയ്തു, ചേട്ടന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലോട്ട് പോയി. അതായത് കൈദി ശിവറിന് അവൻ ഡയറക്റ്റ് എങ്ങോട്ടാ പോകുന്നത്, ഇംഗ്ലണ്ടിലോട്ടാണ് പോകുന്നത്. മേനെ കാം കിയ, ഞാൻ ജോലി ചെയ്തു. പഠായിക്ക്, പഠിച്ചു. അധ്യയൻ കിയ, ഒരുപാട് വേറെയും കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ടോ മേ ഏക് ജവാൻ ആദ്മി ബൻ ഗയ, ഞാനൊരു ജവാൻ ആദ്മി, ഞാൻ യങ് ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിട്ട് ഞാൻ മാറി എന്ന് പറയാണ് അല്ലെ. ഫിർ മേ അമേരിക്ക മേ നയാ ജീവൻ ജീനെ കെ ലിയെ ചലാ ഗയ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിൽ പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടി പോയി. ഓക്കെ, ഇവിടെ ഈ മേ എന്നുള്ള ഭാഗത്തൊക്കെ ഹെർമൻ ചേർത്ത് കൊടുത്ത ക്യാരക്ടർ സ്കെച്ചിൽ ഉപയോഗിക്കാം. അവൻ എന്താ, ഹെർമൻ അപ്പനെ ഭായിയോं के साथ ഇംഗ്ലണ്ട് ചലാ ഗയ എന്ന് എഴുതാം. പിന്നെ അവൻ പഠായി കിയ, പിന്നെ അധ്യയൻ കിയ എന്നൊക്കെ എഴുതാം. ജവാൻ ലड़का बन गया. फिर ഹെർമൻ അമേരിക്ക മേ ജീവൻ ജീനെ കെ ലിയെ, നയി ജീവൻ ജീവൻ കെ ലിയെ ചലാ ഗയ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഹെർമൻ ആക്കി കൊടുത്താൽ മതി. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ ക്യാരക്ടർ സ്കെച്ചിലോട്ട് എഴുതുമ്പോൾ കേട്ടോ. നോക്കിക്കേ, ഇനി വഹാ ബി മുझे മാ की याद आती थी, അവിടുന്ന് എനിക്ക് എന്താണ്, അമ്മയുടെ യാദ് ആത്തി തീ, ഓർമ്മ വരുമായിരുന്നു എന്ന് പറയാണ്. എന്നാൽ ലാസ്റ്റിലോട്ട് നമ്മുടെ അമ്മ ഒരിക്കൽ കൂടി അവന്റെ സ്വപ്നത്തിൽ വരുന്നുണ്ട്. നോക്കുക, കൈ ദിനവും ബാദ് മേനെ ഏക്ക് ഓർ സപ്ന ദേക്ക, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സ്വപ്നം കൂടി കാണുവാണ്. ഉസ്മേ മാ കഹാക്കി ഏക്ക് പരി തുമേ ബച്ചായി, അതിലെന്താണ്, ഒരു പരി വന്നിട്ട് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോ ദിൻ ബാദ് ഏക്ക് ദോസ്തിനെ മുझे ദാവത്ത് പർ ബുലായ, കുറച്ച് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദോസ്ത് തന്നെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഒരു ദോസ്ത് തന്നെ ദാവത്ത് മീൻസ് എന്താണ്, അങ്ങനെ ഭക്ഷണമൊക്കെ ഡിന്നർ പാർട്ടിക്ക് വിളിക്കാന്നറിയില്ല, പാർട്ടിക്ക് വേണ്ടിയിട്ട് ബുലായ വിളിക്കുവാണ്. വഹാ മുझे റോമ നാം കി ഏക് ലड़की മിലി, അവിടെ നിന്ന് ഞാൻ റോമ എന്ന് പേരുള്ള ഒരു ലड़कीനെ കണ്ടു എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇനി ഉണ്ടല്ലോ ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഇത് റോമേന്റെ ക്യാരക്ടർ സ്കെച്ച് വരുവാണെങ്കിൽ മക്കൾക്ക് എഴുതിയെടുക്കാം. അതുകൊണ്ടാണ് കുറച്ച് ലോങ് ആയിട്ട് ഈ പോയിന്റ് ഇട്ടേക്കുന്നത്. ഇതിൽ ഓരോ ഭാഗത്തും ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ സ്കെച്ചിന് പറ്റിയ സാധനമാണ്. ഈ 3 പോയിന്റ് നമുക്ക് എന്താണ്, റോമയുടെ ക്യാരക്ടർ സ്കെച്ച് വരുവാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, റോമ ഈ ആപ്പിൾ കൊടുത്ത് സഹായിച്ച കാര്യമൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇതൊക്കെ റോമയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ലാസ്റ്റിലോട്ടാണ് റോമയെ കുറിച്ചിട്ട് പല കാര്യങ്ങളും വരുന്നത്. അപ്പൊ നോക്കുക, റോമയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ തരുന്നില്ല, ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ തന്നെ റോമയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് എഴുതാം കേട്ടോ. നോക്കുക, ഉസ്നെ യുദ്ധക്കെ സമയം, നോക്കുക അവിടെ നിന്നും റോമ നാമക് ഏക് ലड़की को मिला, ആര്, നമ്മുടെ ഹെർമൻ. ഓക്കെ, ഉസ്നെ യുദ്ധക്കെ സമയക്കെ അപ്പനെ ജീവൻ കെ ബാരെ മേ ബതായ, അവള് യുദ്ധത്തിന്റെ സമയത്ത് അവളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, അവൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാം കർത്തി തീ, അവൾ ഒരു ഖേത്തിലായിരുന്നു, യുദ്ധ സമയത്ത് ഒരു വയലിൽ പണിയെടുക്കുന്ന ആളായിരുന്നു എന്ന് പറയാം കേട്ടോ. ഓക്കെ, എന്നിട്ടോ ഈ അവള് ബാഗിലും പണിയെടുത്തിട്ടുണ്ട്, ഖേത്തിലും പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളൊക്കെ എന്താണ്, ഈ ജ്യൂസിന്റെ ഇതിൽ പെട്ട ആളായിരുന്നു അല്ലെ. അപ്പം അപ്പനെ പരിവാരിക്ക് പെഹച്ചാൻ ചിപ്പാനി കേലിയെ, തന്റെ ഫാമിലിയുടെ പെഹച്ചാൻ മീൻസ് എന്താണ്, ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിക്ക് ഏക് ചോട്ടേസെ ഗാവമേ കാം കർത്തി തീ, ജർമ്മനിയിലെ ഒരു ചോട്ടേസെ ചെറിയ ഒരു ഗ്രാമത്തിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അവള് ഖേത്തിൽ പണിയെടുക്കുന്ന ആളായിരുന്നു. പക്ഷെ എന്താണ്, വീണ്ടും അവള് ജർമ്മനിയിൽ എന്താണ്, ഒരു കുഞ്ഞി ചോട്ടേസെ ഗാവിലോട്ട് പോയി. കാരണം എന്താണ്, ആ ഒരു ആൾക്കാർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഡന്റിറ്റി ഒക്കെ മാറ്റി വെച്ച് അവള് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഓർ ഉസ്നെ യേ ഭി ബതായ കി, അവൾ അതും പറഞ്ഞു എന്താണ്, യുദ്ധക്കെ സമയ വഹ ഏക് കൈദി ശിവർ കെ ലड़के को സേബ് ദേക്കർ ഉസ്കി സഹായത കർത്തി തീ. ഓക്കെ, അവൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ യുദ്ധത്തിന്റെ ആ സമയത്ത് കൈദി ശിവറിലെ ഒരു ലड़ക്കയ്ക്ക് സേബ് കൊടുത്തിട്ട്, സേബ് തേക്ക് ഉസ്കി സഹായത കർത്തി തീ, അവനെ സഹായിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്നും നമ്മുടെ ആർക്ക്, നമ്മുടെ ഈ ഹെർമന്
മനസ്സിലായി അത് തന്റെ പരിയിലടിക്കുകയാണെന്നുള്ളത് അല്ലെ. ഫിർ മുझे पता चला कि रोमा ही मेरी പരിയിലടിക്കി. ഹേ, റോമ തന്നെയാണ് എന്റെ പരിയിലടിക്കിയെന്ന് ഹെർമന് മനസ്സിലാവാണ്. ഇത് ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കാം, നോ പ്രോബ്ലം. പക്ഷേ റോമേനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ മക്കൾക്ക് ഒഴിവാക്കാം. ഇതൊന്നും ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കരുത്. ഓക്കെ, റോമേനെ കണ്ടു, പിന്നെന്താണ്, പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് പറയാം, അവിടുന്ന് അവന് മനസ്സിലായതേ. ഈ ഒരു 16ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 21ാമത്തെ പോയിന്റ് എഴുതിയ ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി വെക്കാം. ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് അവൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. ഞാനിപ്പോ അഥവാ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പട്കഥയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. തും മേരി പരിയിലടിക്കി ഹോ ഓർ മേ വഹി ലടുക്കാ ഹൂം. നോക്കുക, എന്താണ്, ഞാൻ നിന്റെ പരിയിലടിക്കി, നീ എന്റെ പരിയിലടിക്കുകയാണ്, പിന്നെന്താണ്, ഞാൻ ആ ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ നിർത്തുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. ഇത് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ അതൊരു കൺക്ലൂഷന് വേണ്ടി ഇട്ടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ എഴുതാം, ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം, റോമയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം, ഹെർമന്റെ ഡയറി എഴുതാം, ലെറ്റർ എഴുതാം, എല്ലാ കുന്തങ്ങളും ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്ത് ചെയ്യാൻ എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. പിന്നെന്താണ്, ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താണ്, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇത് തന്നെ പഠിച്ച് സെറ്റാക്കി അവിടെ തന്നെ വെച്ചോളാം. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സും കൂടി വെച്ചിട്ട് എങ്ങനെയാ ഹെർമന്റെ ഡയറി എഴുതാൻ പറ്റുക, ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം ഒന്ന് നോക്ക് കേട്ടോ. ഓക്കെ, ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ വെക്കുന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സംഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നമ്മുടെ പരിയിലടിക്കിയ കീ പോയിന്റ്സ് എന്ന് പറയുന്നതും മക്കൾ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് മാത്രം ഇട്ടതാണ്. ഓക്കെ, അപ്പൊ നാളത്തെ എക്സാം എന്ത് ചെയ്യുക, നന്നായിട്ട് പൊളിച്ച് എഴുതിക്കോളാം. നമ്മുടെ മെഗാ മാരത്തോൺ എന്ത് ചെയ്യുക, നന്നായിട്ട് കാണാം. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് സെറ്റാണ്. പിന്നെ ടെൻഷൻ അടിക്കരുതേ. ഹിന്ദി എഴുതുന്ന സമയത്ത് നല്ല ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റെക്കായി പോകും ഹിന്ദി എഴുത്ത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് പറ്റും എന്നുള്ള രീതി തന്നെ എഴുതിക്കോളാം. ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, അതിൻ്റെ എന്തായാലും ആ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ കാണും. ഇനി നല്ല പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. അത് വലിയ സംഭവമൊന്നുമല്ല. പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കണം. നീ ശ്രമിക്കാതിരുന്നാലാണ് പ്രശ്നം. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്നായിട്ട് എന്ത് ചെയ്യുക, മക്കള് പഠിച്ചോളാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതട്ടോ. ബൈ.